പണ്ട് പണ്ട് അതിമനോഹരമായൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. അപ്പുവിന് പക്ഷികളെയും മൃഗങ്ങളെയും വലിയ ഇഷ്ടമായിരുന്നു. അപ്പുവിന്റെ വീടിന്റെ മുറ്റത്ത് വലിയൊരു മാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അമ്മ അപ്പുവിന് ചോറുരുള നൽകും. അപ്പു വീടിന്റെ വരാന്തയിലിരുന്നാണ് ചോറുണ്ടാറുള്ളത്. ഒരു ദിവസം അപ്പു ചോറുണ്ണുമ്പോൾ ഒരു കാക്ക ആ മാവിൻ കൊമ്പിൽ വന്നിരുന്നു. കാ 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 എന്നത് ഉറക്കെ വിളിച്ചു. അപ്പുവിന് കാക്കയെ കണ്ടപ്പോൾ വലിയ കൗതുകം തോന്നി. അപ്പു സ്നേഹത്തോടെ ചോദിച്ചു, "നിനക്ക് വിശക്കുന്നുണ്ടോ കാക്കേ?" അപ്പു തന്റെ കയ്യിലുണ്ടായിരുന്ന ചോറുരുളയിൽ നിന്ന് കുറച്ച് കാക്കയ്ക്ക് നേരെ ഇട്ടുകൊടുത്തു. കാക്ക വേഗത്തിൽ പറന്നു വന്ന് അത് കൊത്തിത്തിന്നു. അപ്പുവിനത് കണ്ട് ചിരി വന്നു. അന്നുമുതൽ അവർ നല്ല കൂട്ടുകാരായി. അപ്പു എന്നും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. അപ്പുവിനെ കാണുമ്പോൾ കാക്ക സന്തോഷത്തോടെ ചിറകുകൾ അനക്കും. ഒരു ദിവസം അപ്പുവിന് വലിയ സങ്കടം വന്നു. അവന്റെ പ്രിയപ്പെട്ട നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു മുത്ത് കാണാനില്ല. അപ്പു മുറ്റത്തും വരാന്തയിലും പറമ്പിലുമെല്ലാം നോക്കി. പക്ഷെ എവിടെയും ആ മുത്ത് കണ്ടില്ല. സങ്കടം സഹിക്കാനാവാതെ അപ്പു പടിയിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് കാക്ക അങ്ങോട്ട് വന്നത്. അപ്പു കരയുന്നത് കണ്ട് കാക്കയ്ക്ക് വിഷമമായി. അത് അപ്പുവിന്റെ അടുത്തെത്തി എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നതുപോലെ തല ചരിച്ചു നോക്കി. അപ്പു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, "എന്റെ നീല മുത്ത് കാണാനില്ല കാക്കേ." അപ്പുവിന്റെ സങ്കടം മാറ്റാൻ കാക്ക ഉടനെ ആകാശത്തേക്ക് ഉയർന്നു പറഞ്ഞു. അത് വീടിന്റെ മുകളിലും മരങ്ങളുടെ ഇടയിലുമെല്ലാം തിരഞ്ഞു. പെട്ടെന്ന് വീടിന്റെ മേൽക്കൂരയിലെ ഓടിന്റെ ഇടയിൽ എന്തോ തിളങ്ങുന്നത് കാക്ക കണ്ടു. അത് അപ്പുവിന്റെ നഷ്ടപ്പെട്ട മുത്തായിരുന്നു. കാക്ക വേഗത്തിൽ ചെന്ന് തന്റെ കൊക്കുകൊണ്ട് ആ മുത്തെടുത്തു. അത് താരേക്ക് പറന്ന് അപ്പുവിന്റെ മടിയിൽ മുത്തുകൊണ്ടിട്ടു. അപ്പുവിനത് വിശ്വസിക്കാനായില്ല. അവൻ കണ്ണീര് തുടച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. "നന്ദി കാക്കേ, നീയാണെന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ," അപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അന്ന് അപ്പു കാക്കയ്ക്ക് വയറ് നിറയെ പായസം കൊടുത്തു. അങ്ങനെ അപ്പുവും കാക്കയും എന്നും സന്തോഷത്തോടെ ജീവിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏത് തരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ.